ഹലോ ഗൈസ്, ഈ റിബൺ വെച്ച് ഞാൻ കുറച്ച് നാളായി ഒരു ബൊക്കറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. ബൊക്കറ്റ് അല്ല കേട്ടോ, ബൊക്കറ്റാണ്. ഈ പ്രോസസ്സുകളൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല, കുറേ പേര് കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാനൊരു ഭംഗിക്ക് പറഞ്ഞുതരാം. ഒരു കാർഡ് എടുത്തിട്ട് ഒരേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്യൽ നിസ്സാര പണിയല്ല, അത്യാവശ്യം ഇങ്ങനെ കട്ടി കൂടുന്തോറും കട്ട് ചെയ്യാൻ പണിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചീശെ എടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രോസസ്സും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇതിന് വേണ്ട ഒരു പ്രധാന കാര്യമാണ് ഗ്ലൂഗൺ ആൻഡ് ഗ്ലൂഗൺ സ്റ്റിക്ക്. അങ്ങനെ അത് വെച്ചിട്ട് രണ്ട് സൈഡും ട്രയാങ്കിൾ പോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അവിടെ ഗ്ലൂഗൺ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ അത് തിരിച്ചൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ, വീഡിയോ കാണുന്ന പോലെ. ഇതിന് നല്ല ക്ഷമ വേണം. എനിക്ക് മറ്റെന്ത് കാര്യങ്ങൾക്കും ക്ഷമയില്ലെങ്കിലും ഇതിന് ക്ഷമയുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ തന്നെ ഉണ്ടാക്കിയ പ്ലാനായിരുന്നു, ഞാൻ കൈവിടാറില്ല അതൊട്ടും. ഗ്ലൂഗണിൻ്റെ പശ ഒരുപാട് എൻ്റെ കയ്യിലായിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറിച്ചെടുത്തിട്ടാണ് പിന്നെ അടുത്ത പണിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒട്ടിച്ച് ഒരു 30 എണ്ണക്കാക്കി ഒട്ടിക്കാം കേട്ടോ. 30 എണ്ണമെന്നല്ല, നിങ്ങൾക്ക് എത്രയാണോ തോന്നുന്നത് അത്രയും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. വലിയ കുഴപ്പമില്ലാത്ത ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഇങ്ങനെ കൂട്ടി ഒട്ടിക്കൽ. മറ്റേ പരിപാടികളൊക്കെയാണ് കുറച്ചും കൂടി പാടായിട്ടുള്ളത്. അങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നിനൊക്കെ ഇട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് റോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അങ്ങനെ റോസ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു ബാംബൂ സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് റോൾ ചെയ്ത് കൊടുക്കാം. അടിക്കോ മേലേക്കോ പോവാതെ റോൾ ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് റോസുകളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടാണ് എൻ്റെ ഏകദേശമൊക്കെ ശരിയായി വന്ന 2-3 എണ്ണമൊക്കെ. എന്നാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റേതായ കുറവുകൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ റോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫസ്റ്റ് ടൈം ആയെങ്കിലും റോസൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു കുറവുണ്ടാവുള്ളൂ. അടുത്ത പരിപാടിയാണ് ഒരു ബൊക്കറ്റ് ഷീറ്റ് കൊണ്ട് നമ്മളിതൊന്ന് കവർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തെർമോക്കോൾ വെച്ച് അതിൻ്റെ മേലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ നോക്കി തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടോ ഗൈസ്. ഇനി ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഞാൻ ബ്ലാക്ക് ബൊക്കറ്റ് ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സ്ക്വയർ ഷേപ്പിലുള്ളതൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനുള്ളിലോട്ട് റോസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ എങ്ങനെയൊക്കെയോ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയുണ്ടോ? അപ്പോഴാണ് ഗൈസ് എന്തോ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ റിബൺ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ ഒന്ന് ബോ ഷേപ്പിൽ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്.